ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഈ ഒരു വീഡിയോ പ്രീ പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ, പെട്ടെന്ന് എടുക്കുന്നതാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യൽ ഡേയ്സിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ 4ാമത്തെ നിക്കാഹ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് എടുത്തിട്ട് ഓർമ്മയായിട്ട് കിടക്കട്ടെ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കണേട്ടോ. ഈ വീഡിയോ ഫുള്ളാവോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല ഇത് ഞാൻ വീഡിയോ എടുത്ത് ഫുള്ളാക്കുമോ എന്നൊന്നും. ചിലപ്പോൾ ഈ ഇൻട്രോ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തി വെക്കുമായിരിക്കും. അത് പോട്ടെ. അപ്പം ഞാൻ ഇന്ന് ഒരു വെള്ളിയാഴ്ച ഇട്ട ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ കേക്കും കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വൈകുന്നേരം തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു നൈറ്റ് റൈഡിന് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടിട്ട് ഇപ്പം സമയം 5:53 ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ പോവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ റെഡിയായി, അതായത് കുട്ടിയൊക്കെ അടിച്ച് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുപാട് മേക്കപ്പ്, സ്കിൻ കെയറും പിന്നെ ലിപ് ഗ്ലോസും ഇട്ടിട്ടുണ്ട്, പിന്നെ ഐലൈനർ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സ് ഇക്കാക്ക വരുമ്പോഴത്തേനും മാറാമെന്ന് വെച്ചായിരിക്കുന്നു. പിന്നെ ഐഷാനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല. ഐഷാനെ ഇവിടെ വീട്ടിൽ ഉമ്മച്ചിയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴി കാണാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിരുന്നിട്ടോ. പിന്നെ സമയം നോക്കിയപ്പോഴത്തേനും 6:15 അപ്പോഴും ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല കട്ട പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി 6 മണി പറഞ്ഞിട്ട് 6:25 ആയപ്പോഴത്തേനും എനിക്കുള്ള വിളി വന്നിട്ടുണ്ട്, പോവാം, റെഡിയായി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. 6:25 നോട്ട് ദി പോയിന്റ്. 6 മണി പറഞ്ഞിട്ട് 25 മിനിറ്റ് ലേറ്റാണ്. എന്തായാലും കുഴപ്പമില്ല. ഐഷ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഐഷാണ് നമ്മൾ കൊണ്ടുപോകണില്ല. ഐഷ അപ്പോൾ ഞാൻ പോണത് കാണിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐഷാണ് നമ്മളിവിടെ ഉറക്കിയിട്ടുണ്ട്. പാവം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനാണ് പോയി വരുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫുൾ സെറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ഇക്കാക്ക ഇറങ്ങാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഐഷ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴത്തേനും തിരിച്ച് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. അങ്ങനെ പ്രത്യേകിച്ച് ആനിവേഴ്സറി പ്രമാണിച്ച് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല. പുറത്താണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മഴ ഇപ്പോൾ പൊട്ടും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അതാരണം കൊണ്ട് യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടല്ലേ മച്ചിലി കറിയല്ല. എനിക്കറിയാനുള്ള ഫിഷ് ഉണ്ടാവൂലേ? ഫിഷ് അറിയൂല. തൊട്ടപ്പുറത്ത് തന്നെ മച്ചിലി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോയി എവിടെ കയറുന്നു ഓർത്ത്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ബർഗർ ഡ്യൂടെ തന്നെ കയറിയിട്ടാ. അങ്ങനെ ഇപ്പം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പം 4 വർഷമാവുന്നത്. എത്ര പെട്ടെന്നാ 4 വർഷം പോയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് തന്നെ പറയുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു. 4 വർഷമായോ എന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്നു. നമ്മുടെ ഫുഡ് വന്നു. ഇക്കാക്ക് വെജ് ബർഗർ ആയിരുന്നിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കായിരുന്നു ഈ ചിക്കൻ പോപ്കോൺസ് ഒക്കെ പറഞ്ഞത്. ഇക്കാക്ക നോൺ വെജ് ഒന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ലൈറ്റായിട്ടായിരുന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരുപാടൊന്നും കഴിച്ചില്ല. എൻ്റെ ഈ പോപ്കോൺ ആവറേജ് ആയിരുന്നിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇക്കാക്കയുടെ ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നു. ഇക്കാക്ക അത് മാത്രമായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ഞാൻ അതിൽ നിന്ന് കൈയിട്ട് പറഞ്ഞത് ശരിയല്ലല്ലോ. ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേനും ഇത് ഓർഡർ ചെയ്തത് മണ്ടത്തരായി പോയോ എന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത ഐറ്റം വന്നത്, ചിക്കൻ റാപ്പ്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കത് ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും അപ്പുറത്തിരിക്കുന്ന ആളെൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പകുതിയല്ലേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞിട്ട്
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് ഓടിയിട്ടാണ്. ഞാൻ പതിയെ വീഡിയോയൊക്കെ എടുത്ത് മെല്ലെ 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 കൈയൊക്കെ കഴുകി ഇങ്ങനെ പോകും. അവിടെ നിന്ന് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടത്തുള്ള വ്ളോഗാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലോണം വൈകിപ്പോയല്ലോ. അപ്പോഴത്തേനും നമ്മുടെ സൂര്യൻ ചേട്ടൻ പോയി, ചന്ദ്രൻ ചേട്ടൻ വന്നു. അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാറിലത്തെ ലൈറ്റൊക്കെ ഇട്ട് നോക്കിയിട്ട് അതൊക്കെ ഷോക്കായിരുന്നു. അടുത്ത നമ്മൾ റിയൽ ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ പോണത്. ഇവിടെ വന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മേലെയൊക്കെ ആയെന്ന് തോന്നണേ കേട്ടോ. പക്ഷേ ഇന്ന് മേടിക്കാമെന്ന് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എന്തായാലും പുറത്തേക്ക് പോവല്ലേ, ഇവിടെ അടുത്ത് വരെ വണ്ട്, എന്നാൽ പിന്നെ ഇതും കൂടെ മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. ഒരു വടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയണത് പോലെ ഇനിയും പറയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴുള്ള കൺഫ്യൂഷനായിട്ട് ഏത് ഫ്ലോറിലാണ് റിയൽ ഉള്ളതെന്നുള്ളത് എപ്പോഴും നോക്കും. അത് എപ്പോഴും ഞങ്ങൾക്ക് മാറിപ്പോവുകയും ചെയ്യും. എനിക്ക് ഈ ലിഫ്റ്റിലൊക്കെ കയറുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് തല ഇറങ്ങും കേട്ടോ. അതുപോലെ ഭൂമിയൊക്കെ കുലുങ്ങണ പോലെ തോന്നും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കാറിൽ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സൂപ്പറായി, ഒന്നും പറയണ്ട. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലും പറഞ്ഞതാട്ടാ. ഇനിയാണ് ശരിക്കും രസം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഹൈപ്പർ മാർക്കറ്റൊക്കെ അടിച്ച് പൂട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ നേരത്തെ അടിച്ചതെന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ തൊട്ട് താഴെ അവിടെ ഫ്രൈഡ് ചിക്കനൊക്കെ കിടക്കണുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് നല്ല ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ ഗൈസ്, ഒടുക്കത്തെ തിരക്ക്. അങ്ങനെ കുറേ നേരം നിന്ന് ഞാൻ അവിടെ നിന്ന് വായി നോക്കി. എനിക്ക് ദേഷ്യം വരാറുണ്ട്. കുറേ നേരം നിന്നിട്ട് അവിടെ ഞങ്ങൾ നിന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാഴ്സലൊക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളിപ്പോൾ ഫ്രൈഡ് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, പിന്നെ അൽഫാം മേടിച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ റാപ്പ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ എനിക്ക് ചിക്കൻ റാപ്പ് മര്യാദക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചിക്കൻ റാപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സമാധാനമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ പോണ വഴിക്ക് തന്നെ നമ്മുടെ ചിക്കൻ റാപ്പ് എടുത്ത് കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത്ര നല്ല എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ഇവിടെ കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും മേടിച്ചു. നല്ല എരിവുണ്ട് കേട്ടോ, ഇതിന് നല്ല എരിവുണ്ട്. എരിവെടുത്ത് ഇരുന്നപ്പോഴത്തേനും ഇക്കാക്ക എനിക്ക് നല്ല നാരങ്ങവെള്ളം കൊണ്ടുവന്ന് തന്നിട്ടോ. ഞാനത് കുടിച്ചപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. എൻ്റെ കണ്ണീന്നും വായൊക്കെ പുകഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് എരിവായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് സമാധാനം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും ഇക്കാക്ക ആ കരിക്കിൻ്റെ ഒരു വെള്ള കളർ സംഭവമല്ലേ അതും കൊണ്ട് വന്ന് എനിക്ക്. ഇക്കാക്ക കരിക്കായിരുന്നു കുടിച്ചത്. അപ്പം അതിൻ്റെ ആ സംഭവം പൊട്ടിച്ചപ്പോൾ എനിക്ക് ഇത് ഈ വെള്ള കളർ സാധനം തന്നെ. ഇതിൻ്റെ ഫാനല്ല കേട്ടോ ഞാൻ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കൊണ്ടുവന്ന് തന്നതല്ലേ. നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് ഇനിയിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് വിഷമിപ്പിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ഞാനത് കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. മേടിച്ച ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കും. അത്രയൊക്കെ തന്നെ. ഒരു കുട്ടി വ്ലോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. തിരിച്ചു പോണ വഴിക്ക് പകുതി ആയപ്പോഴത്തേനും നല്ല മഴയൊക്കെ പെയ്തിട്ടാ. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചു. ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ച അൽഫാമായിരുന്നു. ഇതിനും നല്ല എരിവായിരുന്നു. അപ്പോൾ കുറേ അൽഫാം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി നല്ല സമാധാനത്തിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ ഉറങ്ങട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.